81, 84, 55, 56, 100. ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിൽ സാറ്റേക്കൂ. ഒളിച്ചാലും സാറ്റേക്കൂ. ഒളിച്ചാൽ സാറ്റേക്കൂ. എനിക്ക് ഒളിക്കാൻ കൊതിയടാ. നീ എത്തിയാണോടാ? ഓ ഞാൻ എണ്ണീറ്റ് വേണം നിനക്ക് ഇതുവഴി പോയി അമ്പലത്തിൽ പോയി അന്നദാനം കഴിച്ചിട്ട് അതുവഴി പോവാൻ. അന്നദാനം ഇല്ലല്ലോ, നാളെയാണ്. നാളെ? നീ വരുവോടാ? എവിടെ അന്നദാനത്തിന്? ഞാൻ വരില്ല, ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ക്യൂ ഒക്കെ നിക്കണം, ഭയങ്കര തിരക്കാണ്. ഞാൻ വരണമൊന്നുമില്ല. ക്യൂ ഒന്നും നിക്കണ്ട, പിന്നെ നമുക്ക് വിളമ്പാൻ നിക്കാം. വിളമ്പ തന്ന ഊപ്പാട് വരും. 11 മണിക്ക് വിളമ്പം കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. മണ്ടാണിച്ച് എടാ, തള്ളി ഉണ്ണാൻ നിന്നാ 1 പ്രാവശ്യം ഊണ് കഴിക്കാൻ പറ്റൂ, വിളമ്പാൻ നിന്നാ 4 പ്രാവശ്യം ഉണ്ടാവും. അത് കൊള്ളാം. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും നമുക്ക് വിളമ്പാൻ പോലെ അളിയാ. വാടാ അവിടെ എല്ലാ സ്ഥലത്തും വിളമ്പാൻ പോവാന്ന് പറഞ്ഞു. വേറെ കേസുണ്ട്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. 2 ദിവസം കൊണ്ട് ചെറിയ വയറ് വേദനടാ. എവിടെ വേദന? ഇവിടെ ചെറിയൊരു വേദന. ഇവിടെ ഇവിടെ വേദന ഉണ്ടോന്ന് എനിക്ക് ഇടിക്കില്ല. നീ കണ്ട് ഇവിടെ വേദന എടുക്കുന്നു. ഇവിടെയാണ് വേദന. ഓ ശരിയുടെ നല്ല വേദന ഉണ്ട്. നല്ല വേദന ഉണ്ട് നിനക്ക്. അതങ്ങനെ ഇവിടെ തൊട്ടിട്ട് ഇവന് വേദന പറഞ്ഞത് ശരിയാണോ? എനിക്ക് ഇവിടെ വേദന എടുക്കാം. നിന്റെ വിരല് മുറിഞ്ഞിരിക്കുന്നു. ആണോ? അവിടെ കയറി പിടിച്ചിട്ട് വേദന. എങ്ങനെയാ മുറിഞ്ഞ? എണ്ണയപ്പോ സാറ്റ് അടിച്ചപ്പോഴാ? എനിക്കെങ്ങനെ അറിയാം? പക്ഷെ വേറെ കേസുണ്ട്. ഈ വേദന കൊണ്ട് ഞാൻ ആശുപത്രിയിലൊന്നും പോകില്ല. എടാ നീ ആശുപത്രി പോകണം. നീ അമ്മയുടെ പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഈ മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്യണം. മെഡിക്കൽ കോളേജ് സ്കാൻ ചെയ്യില്ല. മെഡിക്കൽ കോളേജ് പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വയറ്റിൽ ഗർഭമുണ്ടെന്ന് പറയും. എടാ ഇപ്പൊ ഒരു ചെറുക്കനെ സ്കാൻ ചെയ്തപ്പോഴേ അവന്റെ വയറ്റിൽ ഗർഭാശയം ഉണ്ടെന്ന് പറഞ്ഞു. നീ ആലോചിച്ച് ചോദിക്കാണ്, ഞാൻ സ്കാൻ ചെയ്തിട്ട് എനിക്ക് ഗർഭാശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്കൂടെ ലാലി ലാലി പാട്ടും പാടിക്കുന്നു. ആലോചിച്ച് ചോദിക്കാണ്. അപ്പൊ നാട്ടുകാർ എന്നെ സംശയിക്കൂലല്ലേ? ഞാൻ എന്നെ എപ്പോഴും നിന്റെ കൂടെ നടക്കണം. നീ എന്റെ മാപ്പിളയടാ. അയ്യോ അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. അല്ല നീ മെനങ്ങാന്നൊരു മാങ്ങ തന്നിട്ട് അതിന്റെ മാങ്ങ വേണ്ടി വിഴുങ്ങാതെ കളഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോ നിന്റെ വയറ്റിൽ വൃക്ക ഉണ്ടെന്ന് പറഞ്ഞേനെ. ആണ് മെഡിക്കൽ എത്തിക്സിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്താടാ മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാ? ഇങ്ങനെയൊക്കെ പറയാനായിട്ടുണ്ട് മെഡിക്കൽ എത്തിക്സ്. അത് എനിക്കറിയാവൂ, അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. നീ റോഡേ കൂടെ വരാതെ കനാലിൽ കൂടെ ഒക്കെ ചാടി വരണ എന്തിന്? അതെന്നറിയാമോ? അവിടെ സുഭാഷന്റെ കടയില്ലേ? സുഭാഷിന്റെ കട. സുഭാഷന്റെ കട ഉൾക്കാടത്തിൽ എന്നെയാണ് എല്ലാ കാര്യം ഏൽപ്പിച്ചത്. ഫ്ലക്സ് അടിക്കാൻ പറഞ്ഞു. സോന നായർ ഞായറാഴ്ച വരുന്നു. ഇതാണ് മാറ്റർ. വന്നായിരുന്നു ഞായറാഴ്ച. അടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇടേ. എന്ത് പറ്റി? ഫ്ലക്സിൽ ചേഞ്ച് ചെയ്ത് വന്നു. എന്ത് പറ്റി? സോന ഞായർ ഞായറാഴ്ച വരുന്നു. സോന ഞായറാ? ഓ സോന നായർ വരുന്നു. എടാ പോടാ, അവിടെ അടിച്ചപ്പോ തെറ്റിപ്പോയി. സോന ഞായർ വരുന്നു. ഹർത്താലിന്റെ അന്ന് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലല്ലായിരുന്നു? അതാണ് നിന്റെ അവിടെ ഹർത്താലിന് എന്താണ് കുറെ ആൾക്കാർ കൂടി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താലിന്റെ അന്ന് വണ്ടി തടയലാണല്ലോ മെയിൻ ഹോബി. വണ്ടി തടയല്. വണ്ടി തടയാൻ വേണ്ടി ഒരു ടീം കുറെ ഒരു 10-25 പേര് 2-3 വണ്ടികളിലും കാറും ജീപ്പിലൊക്കെ ആയിട്ട് വന്നു. ഇവര് വന്ന് കുറെ നേരം നിന്നിട്ട് വണ്ടികളൊന്നും പറഞ്ഞില്ല ഇവർക്ക് തടയാൻ. പിന്നെ ഇവരെ വണ്ടി തന്നെ ഇവര് തടഞ്ഞു. അത് മനസ്സിലായില്ല. അതായത് ഇവർ 2 ടീമായി. ഒരു ടീം വണ്ടിയിൽ വരുമ്പോ മറ്റേ ടീം തടയും. അപ്പൊ മറ്റേ ടീം വണ്ടി വരുമ്പോ ഈ ടീം തടയും. അതിലൊരാൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഇവന്മാർ കലിപ്പാക്കി. എന്നിട്ട് തടയുമ്പോ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. കലിപ്പാടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഹർത്താൽ മറ്റന്നാണ്. ഹർത്താൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യ. കിടന്ന് ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 1 മണിക്ക് കട്ട്. ഈ കട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടെടുത്ത് ചാവൂലേ? നീ വെളിയിറങ്ങി കിടക്കണം. വെളിയിറങ്ങിയ പാമ്പ് കടിക്കൂലേ? മരപ്പട്ടി കടിക്കൂലേ? എടാ നിനക്കറിയാമോ എന്റെ വീട്ടിലെ സെൻസേ ഇല്ലേ? ഞാൻ ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കണം വെളുപ്പിന് വരെ. തൂങ്ങിങ്ങനെ ആരും വന്ന് രാവിലെ മേളിലോട്ട് നോക്കായിരുന്നാ മതിയല്ലേ? ഭയങ്കര വീട്ടിന്റെ അകത്തും പുറത്ത് എവിടെയെങ്കിലും ഒക്കെ തൂങ്ങിയെങ്കിലും ആടാല്ലോ. എനിക്ക് വീടിന്റെ അകത്ത് പോലും കിടക്കാൻ വീട്ടിനകത്ത് പാമ്പാ? പാമ്പെന്നോ? അച്ഛൻ ചിറ്റപ്പ മാമൻ ഒരു 7 മണിയാകുമ്പോ അടിച്ച് വന്ന് അറിഞ്ഞ് വീട്ടിൽ കിടന്ന് കാണിക്കണം ബഹളങ്ങളെന്നുണ്ടല്ലോ. അലമ്പെന്ന് പറഞ്ഞാൽ ഭൂലോക അലമ്പ്. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടാ, കൊത്തൂല ഇത്. തല പൊങ്ങൂല, കസേരയുടെ അടിയിലൊക്കെയാണ് തല ഇരിക്കുന്നത്. ഇത് പൊക്കിയാലല്ലേ കൊത്താൻ പറ്റും. എന്ത് ചെയ്യും? സ്കൂളൊന്നും തുറന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ തന്നോടെ പിള്ളേരക്കാരൻ പറഞ്ഞാ എനിക്കൊരു കാർട്ടൂൺ കാണാൻ പറ്റൂല. അതെന്താ? ചേച്ചിയുടെ മോനെ അവൻ ഇഷ്ടപ്പെട്ട കാർട്ടൂനെ വെക്കുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ വെക്കൂല. അണീപണി കാണാൻ പറ്റൂല. അണീപണി എന്തൊരു അങ്ങനെ എന്തൊക്കെ ഉണ്ടടാ. ഞാൻ ആലോചിച്ച് നോക്കണം. ഒരു ബിസ്ക്കറ്റ് എടുത്തപ്പോ എന്റെ കൈ കയറി പിടിച്ചിരിക്കുന്നു. എന്റെ കൈ കയറി പിടിച്ചല്ലേ ഉള്ളു, എന്റെ ചേച്ചിരമ്മ എന്റെ കയ്യിൽ കടിച്ചു. അതാണ് വിഷയം, മനസ്സിലായില്ലേ? പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെന്നുള്ള ചേച്ചിയുടെ വലിയ പിള്ളേരായിട്ട് വേറെ കുഴപ്പമൊന്നും. അതായത് പെമ്പിള്ളേരായിട്ട് രാവിലെ എണിച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ടേ ഒരു കളി.
എന്തൊരു കളിയടാ? ഒരു വെള്ളയും കറുപ്പും നിറമുള്ള കളങ്ങളുള്ള ഒരു പലക എടുത്ത് ഇങ്ങനെ വയ്ക്കും. വച്ചിട്ട് യൂണിഫോം ഇട്ട വെളുത്ത കുറെ പിള്ളേരെ ഇങ്ങനെ നിരത്തി നിർത്തും. എന്നിട്ട് അവരെ ബന്ധുക്കള് മാമ അച്ഛൻ ചിറ്റപ്പ അവരെ ബന്ധുക്കളെല്ലാം പിറകെ നിർത്തും. അപ്പൊ ഒരു സൈഡിൽ വെള്ള ബന്ധുക്കളാണ് നിൽക്കുന്നത്, എതിര് നിൽക്കുന്ന കറുപ്പ് ടീമുകൾ. ആ പിള്ളി യൂണിഫോം ഇട്ട പിള്ളേരെ ഇങ്ങനെ നിരത്തി നിർത്തും. അവരെല്ലാം ഒരേ പൊക്കമാണ് കേട്ടാ. എന്നിട്ട് അവരെ ബന്ധുക്കള് മാമൻ ചിറ്റപ്പ അവരെല്ലാം കൂടെ നിരത്തി നിർത്തും. എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണ്. പക്ഷെ കളിയുടെ പേരെന്തോ അവള് പറഞ്ഞെന്താണ് എന്തോ ഒരൊറ്റ അടി അടിച്ച നല്ല മുതുക്ക കളം സ്ഥാനം വെള്ള കറുപ്പും. അതിന്റെ പേര് നിനക്ക് അറിഞ്ഞൂടാ. എന്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് കേട്ടാ. കേട്ടാ ആടത്തും പറയില്ല എന്റെ പേര് അറിഞ്ഞൂടാ. പറഞ്ഞടാ, അറിഞ്ഞൂടാത്തോണ്ടല്ലേടാ. അതിന്റെ പേരാണ് ചെക്ക്. കേട്ടാ ആ കളിയുടെ പേരാണ് ചെക്ക്. പക്ഷെ ഒരു ഗതി പിടിക്കാത്ത കളിയാണ്. എന്താ നിറമൊന്നുമില്ല, എല്ലാം കറുപ്പും വെളുപ്പും. അത് പണ്ടത്തെ കളിയല്ലടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ കളിയാണ്. അതാണ് അങ്ങനെ. ഒപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല. വഴക്കാടാ കേസത്. ഒപ്പിട്ട് തരില്ല. എന്നോടൊന്നും പറയുന്ന എന്റെ പുറകെ അതും പറഞ്ഞ് നടക്കാണ്ട് ഞാൻ ഒപ്പിട്ട് തരാൻ ഒപ്പിട്ട് തരില്ല. അണ്ണന് പ്രഷർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചേച്ചി ഉപ്പിട്ട് തരാത്ത. ഒപ്പിട്ട് തരുന്ന കാര്യമല്ല, ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞ. അത് ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. അണ്ണന്റെ നാടാണിത്. അപ്പൊ എന്റെ സ്ഥലം ഞാൻ അവൾക്ക് ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അവളുടെ നാട്ടിൽ പോയി ഞാൻ താമസിക്കണമെന്ന്. അതായത് അണ്ണന്റെ സ്ഥലം ഇവിടെ ഒപ്പിട്ട് കൊടുത്തിട്ട് വേറെ പോയി വീട് വെക്കണമെന്ന്. പിന്നെ അണ്ണാ അങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്യരുത്. ഒരു കാരണവശാലും ചെയ്യരുത്. ഒരിക്കലും ചെയ്യില്ല. നമ്മളെ സ്വന്തമാണ്, നമ്മളെ കലങ്കി. ഇത് വിട്ട് നമ്മളെ പണിക്കോലും പാത്തേണ്ട കാര്യം എന്താണ്? അഭിമാനമാണ് ചേച്ചി പറഞ്ഞു കേട്ടാ. ഒപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല, തരില്ല ഒപ്പിട്ട്. ചേട്ടാ ഒപ്പിട്ട് താ ചേട്ടാ. വീട്ടിലിരുന്നടി നാക്ക് ഇത്രണ്ടല്ലോ. വീട്ടിൽ നാക്ക് ഒപ്പിട്ട് നാക്കിലോടി ഒപ്പിട്ട് താ ചേട്ടാ. ഒപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല. ഞാൻ തരില്ല ഒപ്പിട്ട്. നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ എന്താ കുരു വന്ന നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒപ്പിട്ട് തരാൻ. നിങ്ങൾക്ക് വീട്ടിനകത്ത് മൊത്തം പട്ടണി പരിവട്ടവും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തന്ന എന്താ കുരു എന്ന് പറ. ഒപ്പിട്ട് തരില്ല. ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറ്റുമോ മര്യാദയ്ക്ക്? ഇപ്പൊ ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല ഒപ്പിട്ട് തരാൻ പറ്റില്ലെന്ന്. നിങ്ങൾ മര്യാദയ്ക്ക് എന്തിനാണ് നിങ്ങളെ വിഷയം എന്ന് പറ. എടാ ഇങ്ങനെ 24 മണിക്കൂർ വീട്ടിനകത്ത് കയറി ഇരിക്കൂടാ. ഓരോ പ്രാവശ്യവും ഓരോ ബിസിനസ് എന്ന് പറഞ്ഞ കൂട്ടുകാരെ കൂടെ ചേർന്ന് ഓരോന്ന് കാണിച്ചിട്ട് എല്ലാം തൊലച്ചു കെട്ടി വീട്ടിൽ ഇരിക്കുന്നു. ഇപ്പം എന്താ ബിസിനസ് ചെയ്ത് കുഴപ്പം? നീ പറ. ബിസിനസ്, നിങ്ങളെ ബിസിനസിനെ കുറിച്ച് എന്റെ അടുത്തൊന്നും പറയരുത്. ഇങ്ങനെ 4 കൂട്ടുകാരന്മാരും കൂടെ ചേർന്ന് കോഴി ബിസിനസ് തുടങ്ങി. എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോ കണക്ക് നോക്കാനെന്ന് പറഞ്ഞ് ഈ 5 എണ്ണം കൂടെ എന്റെ വീട്ടിനകത്ത് കയറി വരും. ഓരോരുത്തർക്കും ഓരോ കോഴി വീതം എടുക്കൂടാ. ഗ്രില്ലടിക്കുന്നു, കറി വെക്കുന്നു, ഫ്രൈ അടിക്കുന്നു, മറ്റേ ബക്കറ്റിനകത്ത് ഉണ്ടാക്കുന്നു. ബിസിനസ് അതല്ലേ ബിസിനസ്. എന്നിട്ട് അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ 50 കോഴിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തന്നെ വഴക്ക്. ബിസിനസ്. ഇവള് പലതും പറയും, അങ്ങനെയൊക്കെ പറയും. അത് മാത്രോ? അത് മാത്രം. അത് പോട്ടെന്ന് വെച്ച് ഞാൻ അത് പോട്ടെ. ഇവരെല്ലാരും കൂടെ ഷെയർ ഇട്ട് ഒരു ഓട്ടം എടുത്തടാ. നല്ല കാര്യമാണ് ഓട്ടം എടുക്കുന്നത്. എന്നിട്ട് ഓട്ടം കിട്ടണ്ടേ? ഓട്ടം കിട്ടാത്ത ഓട്ടം കിട്ടാതെ എന്താ? ഓട്ടം അന്വേഷിച്ച് 4 പേര് പുറകിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാനും ഓട്ടം അന്വേഷിച്ച് പോണി. എങ്ങനെ ഓട്ടം കിട്ടും? ബിസിനസ്സിൽ കണക്കിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് ക്ലാസ് എഴുതുന്നത്, അതുകൊണ്ടാണ് അവരെ കൊണ്ട് നടക്കുന്നത്. എന്ന് പറഞ്ഞ് 4 പേരെ പുറകെ ഇരുത്തി പോയ വല്ലൊരു ഓട്ടം കൊടുക്കൂടാ. എടി ഞാൻ നിനക്ക് ഒപ്പിട്ട് തരില്ല. എന്ത് പറഞ്ഞാലും ഒപ്പിട്ട് തരില്ല. തരില്ല. നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറ്റുമോ? ഇല്ല. തരാൻ പറ്റുമോ? പറ്റില്ലെന്ന്. നിങ്ങൾ ഒപ്പിട്. പോ ഒപ്പിട്. ഒപ്പിടാൻ പറ്റില്ല. ഒപ്പിട്. ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കട്ടെ. പോ വീട്ടിൽ പോ. ഒപ്പിട് മര്യാദക്ക് പോ. ഏയ് കല്യാണം കഴിക്കല്ലോ കേട്ടോ. ഒപ്പിടേണ്ടി വരും. അതാണ് അതല്ല ഞാൻ കെട്ടാത്തത്. എന്ത് കട്ടോന്ന് ആലോചിക്കാൻ മണ്ടനാണാടാ. പിന്നല്ലാതെ ബോംബാടാ. ബോംബൊന്നുമല്ല. പിന്നെ അല്ല കുട്ടൻ ചെറുക്കയില്ലേ വിഷുവിന് ബാക്കി വന്ന പടക്കം അവന്റെ അച്ഛനുമായിട്ട് കലിപ്പായിട്ട് ബാക്കി ഇവിടെ കൊണ്ട് കളഞ്ഞു. വെയിലത്ത് കിടന്ന് പൊട്ടിയത്. പടക്കം പൊട്ടിയതാ? പടക്കം പൊട്ടിയത് പേടിച്ചു കേട്ടോ. ഞാൻ വെച്ച് എന്നെ ആരോ ബോംബ് പറഞ്ഞു. പിന്നെ നിന്നെ ആൾക്ക് ഭ്രാന്തല്ലേ നിന്നെ ബോംബ് അറിയാൻ. നോക്കട്ടെ രണ്ടും തന്നെ കിടക്കുന്ന കേട്ടോ. നീ ചുമ്മാ ഞാൻ പോയി എടുക്കല്ലേ. വെയിലാണ്ട് ഇറക്കാ കിടന്ന് പൊട്ടുകൂടാ ഇറക്കാ. ചുമ്മാ ഒരെണ്ണം ഇത് ഉണങ്ങി കളയറാ. അത് പൊട്ടുകൂടാ. താണ്ടാ ലളിത ചേച്ചിയുടെ ബക്കറ്റാണ്. ഒരു പോത്തിനെ കുടിക്കുന്ന ബക്കറ്റാണ്. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരെ ചരുവ നീന്താൻ എടുത്തോണ്ട് പോയി ഈ ബക്കറ്റും കൂടെ എടുത്ത് ഇവിടെ കലിപ്പുണ്ടാവും. ഞാൻ ഒരു പരിപാടിയുണ്ട്. എന്തോന്ന്? ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ കത്തിക്കാം. എന്തോന്ന്? ഈ പടക്ക്. എന്നിട്ട് ഇതിന്റെ മണ്ടേ ബക്കറ്റ് വെക്കാം. ബക്കറ്റ് പറഞ്ഞു പോകും. ഇത് പൊട്ടിത്തെറിക്കും. ഇപ്പൊ നാട് കത്തിക്കാനുള്ള പരിപാടി എവിടെ പാടാ? ഇവിടെ വെക്കൽ കത്തിക്കാം. കത്തിക്കും. എടാ റിനു, റിനു വേണ്ടടാ. റിനു റിനു അമ്മാവ ഒന്നും പറയണ്ട. ഇത് ഒന്നല്ലെങ്കിൽ ഡൈവേഴ്സ്. ഇല്ലില്ല വേണ്ട. നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. വേണ്ട. എനിക്ക് ആ സ്ഥലമൊന്നും ഒപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള സംസാരം എന്റെ അടുത്ത് വേണ്ട. സ്ഥലം ഒന്നും ഒപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല. ഡൈവേഴ്സ്. ഡൈവേഴ്സ് അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാണ്. പിന്നെ
അമ്മാവൻ അങ്ങനെ എന്റെ സംസാരിക്കരുത്. എന്നെ അമ്മാവാന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ വേറെ പറയിപ്പിക്കരുത് അമ്മാവൻ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനുഷ്യന് വിശന്നിട്ട് കുടലിലും കരിയാണ്. കുടല് കരിയുമ്പോ എന്താ കരിമരത്തിന്റെ മണം? അണ്ണാ എന്തുവാടാ ജുറാസിക് പാർക്കിന്റെ ട്രെയിലറാ? ഉറങ്ങനാണ് എന്തൊരു നിപ്പടത്? ഈ പേടിയാവണ്. എനിക്ക് പേടിയും ചിരിയും ഒക്കെ വരണ്ട. ഞാൻ വീട്ടിൽ പോട്ടാ. എന്തിന്? എന്റെ അമ്മ വിളിക്കുന്നത്. വീട്ടിൽ പോയാ ഞാൻ നാട്ടുകാരുടെ മൊത്തം പറയും വീട്ടിലാണ് ചേച്ചിയുടെ ബക്കറ്റ് എടുത്തിട്ട് തീയാണ്. എന്തിനാ ഇങ്ങനത്? അണ്ണാ ജുറാസിക് പാർക്ക് അല്ല, ഗോഡ്സ് ഇല്ല. എന്തിനാ പറയണം നോക്കട്ടെ, എന്തിനാണ് പറയണം നോക്കട്ടെ. നമ്മൾ അറിയാതെ ചെയ്തതാണ് കേട്ടോ, നമ്മൾ അറിയാതെ ചെയ്തതാണ്. പോടാ പോടാ എന്തിന്? പോടാ പോടാ ഓടാ. പോടാ പോടാ പോടാ. എന്താടാ ഇവിടെ പൊട്ടിച്ചത്? എന്താണ് അവിടെ പൊട്ടിച്ചത്? ഇവിടെ എന്താ പൊട്ടിച്ചത്? പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോരാ. ഡയഫ്രം, അയ്യോ എന്റെ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോയേ ദൈവമേ. അയ്യോ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ കുറച്ച് മുള്ളിയിട്ട് വരാം. എടാ കാണിച്ചത് പോടാ പോടാ. അല്ല ഈ വിശക്കുന്നു. ഇവിടെ ഡയഫ്രം അടിച്ചു പോയി ചെവിയിലല്ലേ കാണിക്കേണ്ടത്? അല്ല ഇങ്ങനെ മുള്ളണ എങ്ങനെയാ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ എന്താടാ പറ്റിയത്? അങ്ങേർക്ക് ഓപ്പോസിറ്റ് ആക്ഷൻ എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാ എടാ നമ്മള് സാധാരണ വാടാന്നല്ലേ വിളിക്കുന്നത്, പുള്ളി വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ആക്കണത്. ഇങ്ങനെ ഇങ്ങനെ എല്ലാം മാറിപ്പോയി. എല്ലാം തിരിഞ്ഞു കഴിഞ്ഞ് വരുവാടാ. എനിക്കറിഞ്ഞൂടാ എന്തൊരു ഒറ്റ വെടി കൊണ്ടൊരുത്തന്റെ തല തിരിച്ച മനുഷ്യൻ വരണ്ട. എന്നോട് ചോദിച്ചാ നിങ്ങൾ എന്താ കാണിച്ചേ? എന്താ കാണിച്ചേ? അല്പസമയം ഞാനിവിടെ റെസ്റ്റ് ചെയ്യട്ടെ. സത്യം പറഞ്ഞ ഇത് ഒരു കാര്യത്തിൽ രക്ഷയുണ്ടാ. അല്പസമയം ഞാൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ നിക്കണ്ടങ്ങേര് ധൈര്യമായിട്ട് ഇങ്ങനെ വെടി എവിടെ കണ്ണി കൊള്ളേണ്ട സാധനമല്ലടാ. ഒരുക്കത്തിലല്ലേ കൊണ്ടുപോളൂ. ഒരു കാര്യം ചെയ്യാം, നൈസായിട്ട് വലിയ അതാണ് നല്ലത്. നില്ല്, നീ ഇവിടെ നില്ല്, ഞാൻ പോണ്. പോയി കഴിഞ്ഞാൽ ഞാൻ പോണു. എനിക്ക് തന്നു. എടാ ഞാൻ നാട്ടുകാരുടെ മൊത്തം പറയും. ചാച്ചി വരണം, ചാച്ചി വരണം, ചാച്ചി വരണം. അയ്യോ എന്റെ ചേട്ടൻ എവിടെ? ചേട്ടനെ കണ്ടടാ? ചേട്ടനെ കണ്ട ഒപ്പിട്ട് വാങ്ങിക്കണേ എനിക്ക്. നമ്മളാരും കണ്ടില്ല. കണ്ടില്ലേ? നമ്മളാരും കണ്ടില്ല. ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞത് എവിടെ പോയാന്തോ? ചേച്ചി ലളിത ചേച്ചിയുടെ ബക്കറ്റ് ചേച്ചി എടുത്തോ. എനിക്കൊന്നും വേണ്ട, ഇനി അവളെ വായിലിരിക്കണ ഞാൻ കേൾക്കാനാ. എന്നാലും എന്റെ ചേട്ടൻ നിങ്ങൾ കോക്കറി ഒന്നും കാണിക്കണ്ട. ഒപ്പിട്ട് തരണോന്ന് പറഞ്ഞാൽ എനിക്ക് ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് താ, ഇറങ്ങി വന്ന് ഒപ്പിട്ട് താ. ഒപ്പിട്ട് താ. നിങ്ങള് നിനക്ക് ഞാൻ ഒപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല. നിങ്ങളോടാണ് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് ഒപ്പിട്ട് തരാൻ. മര്യാദയ്ക്ക് ഒപ്പിട്ട് ഒപ്പിട്ട് തരില്ല. നിനക്ക് ഒപ്പിട്ട് തരില്ല. ഒപ്പിട്ട് തരൂലെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടടാ. ഒപ്പിട്ട് കിട്ടിയ ഇത് സംഭവം അറിയാമോ? ഓപ്പോസിറ്റ് ആക്ഷൻ. എന്തോ ഓപ്പോസിറ്റ് ആക്ഷനാ? അങ്ങനെയൊന്നുമില്ല. എന്തോ സംഭവം പറ. ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല. എന്തോ സംഭവം ഒന്നുമില്ല. ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ? സൂര്യാഘാതം ഏറ്റില്ലേ ചേച്ചി? സൂര്യാഘാതം പെട്ടെന്ന് ഏറ്റതാണ്. അപ്പൊ ആശുപത്രി കൊണ്ടുപോകണോ? ആശുപത്രി കൊണ്ടുപോകണം. ചേട്ടാ 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 ഇതൊന്ന് പറ. എന്തരടാ അത്?
ഇവിടെ നിന്ന് പണിയാവും, നമുക്ക് നാടോട്ട് പോയാലാടാ. നാട്ടോട്ട് പൈസ വേണ്ടടാ. ശരിയാണ്. എന്ത് ചെയ്യുമെന്ന് പറയും, കലങ്ക് വിട്ട് പോവാനും തോന്നില്ല. അതല്ലേ എനിക്ക്. എടാ എടാ എന്റെ ചേട്ടൻ എന്തുവാടാ പറ്റിയത്? എന്റെ ചേട്ടൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കണടാ വീട്ടില്. നമ്മൾ ഉള്ള സത്യം പറയാം. ഇവിടെ പൊട്ടാതെ കിടന്നൊരു പടക്ക് കിടന്നു, അത് ഇവിടെ എടുത്ത് വെച്ച് ഇവന്റെ ഐഡിയ ആണ് ബക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കാണ്. അങ്ങനെ ഇവന്റെ മാത്രം ഞാൻ എടുത്ത് പൊട്ടിച്ച് വെച്ച് അങ്ങനെ അത് പൊട്ടാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഈ ചേട്ടൻ എവിടെ നിന്ന് വന്ന് എന്റെ മണ്ടേ കയറി ഇരുന്ന് പൊട്ടിത്തെറിച്ച്. അങ്ങനെ ആ ചേട്ടൻ പറയണല്ല പിന്നെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. ഇവിടെ ചുമ്മല്ലടാ, വീട്ടിൽ വെച്ച് കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കൊച്ചിന്റെ തലയിൽ എണ്ണ തേച്ച് എന്നിട്ട് അങ്ങേരെടുത്ത് കണ്ടി ചാടി. എന്നിട്ട് തിരിച്ച് കയറി വന്നിട്ട് അച്ഛന്റെ തല തോർത്തൊന്നും കുത്താൻ പനി വരൂന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോറെടുത്ത് വിളമ്പി വെക്കാൻ പറഞ്ഞിട്ട് കക്കൂസിനകത്ത് കൊണ്ടു കൊടുക്കാൻ. എന്തായാലും കഴിച്ചിട്ട് അങ്ങോട്ടല്ലേ പോയട്ടോ, നേരത്തെ പോയതായിരിക്കും. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് ഒപ്പിട്ട് തരൂല ഒപ്പിട്ട് തരൂല, എന്നിട്ട് നേരത്തെ എനിക്ക് ഒപ്പിട്ടെന്ന്. എന്നിട്ട് ഈ വീട് വിട്ട് ഇനി ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങണടാ. എവിടെ എന്നിട്ട് എവിടെ പോവാനെന്ന് അറിഞ്ഞൂടാ. അയ്യോ അയ്യേ അടിപൊളി. ഇത് മൊത്തം ഓപ്പോസിറ്റ് ആയി പോയി. ഇതിപ്പോ ജുറാസിക് പാർക്ക് മാറിയിട്ട് ഫാഷൻ TV ആയിരുന്നു. നോക്കടാ നിക്കറ് തലയില്. ചേട്ടാ എന്തിനാ ഈ പാന്റ്സ് എടുത്ത് ഇങ്ങനെ ഇട്ടേക്കണേ? ഓ ഷർട്ട് അടിയിൽ വല്ലതും ഇട്ടിട്ടുണ്ടോ മനുഷ്യൻ? എടാ എങ്ങനെയെങ്കിലും ഇത് മാറ്റിത്താടാ, നീയൊക്കെ കാരണമാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ വന്നത്. ചേച്ചി ഒരു കാര്യം പറയട്ടെ, നമുക്കിത് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റൂല. നമുക്കിതിന്റെ പാർട്ട് 2 ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ശരിയാക്കി തരാം. ഓ ഇപ്പൊ തന്നെ 17 മിനിറ്റ് കഴിഞ്ഞാതാ. നിന്നെയൊക്കെ തല്ലാതെ വിട്ടത് എന്റെ മര്യാദ. പൊളി പൊളി.